ഒന്ന് അമ്മയുടെ മനസ്സിൽ കുറിച്ചു. അവനെ വെച്ച് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് എല്ലാ കള്ളവും പൊളിയും. എന്നിട്ടവൻ എത്തേണ്ടടുത്ത് എത്തും. ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല. നമ്മുടെ നിത്യമോളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ അവൻ, അത് മറക്കണ്ട. ആ കല്യാണം നടന്നാലല്ലേ? ദുഷ്ടോ, എന്ത് മഹാഭാവോടാ നീ പറയുന്നത്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് വാക്ക് മാറാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നത്? അമ്മ കണ്ടോ, പലതും ഇവിടെ നടക്കും. പല വൻമരങ്ങളും വീഴും. സ്വർണപ്പാളി ചെമ്പുപാളി ആയതുപോലെ ശരത്ത് ക്ലാവ് പിടിച്ചവനാണെന്ന് അധികം താമസിക്കാതെ അമ്മയ്ക്ക് മനസ്സിലാവും. അത് തിരിച്ചറിയാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരത്തില്ല. എന്തൊരസൂയ! വൃത്തികെട്ട ഒരുത്തനാ ശരത്തെന്ന് നമുക്ക് പണ്ടേ അറിയായിരുന്നു. എന്നാലും അവൻ ഇത്രയും കുഴപ്പക്കാരനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരെയാ അവൻ ഇല്ലാതാക്കിയത്. ഒന്ന് അച്ഛൻ, രണ്ട് സുധിയേട്ടൻ. നിരഞ്ജൻ ഡോക്ടർ ഓടിച്ച കാറാണ് കാരണമെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. അതല്ല അതിന് കാരണം ശരത്താണെന്നാ ശരവണൻ സംശയിക്കുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞത്. ഒരു തവണ അവൻ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ? പക്ഷെ അതിലൊരു വ്യക്തത വരാനുണ്ട്. ഒന്നിനും ഒരു തെളിവും ഇല്ലാത്തതാ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോ നമുക്ക് ശരവണന്റെ മൊഴികൾ മാത്രം മതിയാവില്ലല്ലോ എടുത്തി ആ ശരത്തിന് കൊടുക്കാൻ. പോരാതെ വരും. വ്യക്തമായ തെളിവുകൾ വേണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച നിലയിലേക്ക് പൂട്ടാൻ പറ്റൂ. ഒരിക്കൽ പിടിച്ച പിന്നെ എത്ര ശ്രമിച്ചാലും ഊരിപ്പോരാൻ പറ്റരുത്. അതുപോലൊരു കൊടുക്കായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും എടുത്തി? നമുക്ക് ആ റൂബിയുടെ മരണം വെച്ചൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അന്ന് രാവിലെ അവനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അവൻ ഒരാൾക്കൊരു പണി കൊടുക്കാൻ പോവുകയാണെന്ന്. മരണത്തിന്റെ മണം ഉണ്ടായിരുന്നു അവന്റെ വാക്കുകൾക്ക്. അല്ല, അത് പക്ഷെ ഒരു ആത്മഹത്യയാണെന്നല്ലേ എല്ലാരും പറയുന്നത്? നടേശൻ സാർ മരിച്ച അതേ പാറ്റേണിലാ റൂബി മരിച്ചിരിക്കുന്നത്. രണ്ടുപേരും വിഷം കഴിച്ചിട്ട്. അത് കൊടുത്തത് ശരത്തായിക്കൂടെ?